ദേവിയുടെ ആജ്ഞ ഉണ്ടായി. അതിനനുസരിച്ച് കൃത്വാചക്രേണ വൈഛിന്നേ ജഗനേ ശിരസീതയോ, അങ്ങനെ ചക്രം കൊണ്ട് അവരെ വധിച്ചു എന്ന് പറയാണ്. അതാണ് മഹാകാളി എന്ന് പറഞ്ഞ ദേവി. ആ ഭാവത്തില് സർവയോഗേശ്വരേശ്വരി. അത് കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ദേവിയുടെ വിഷയം, സരസ്വതി, മഹാലക്ഷ്മി, സരസ്വതി, ഇവരെയൊക്കെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണ്. ആദ്യം മഹാലക്ഷ്മിയുടെ ചരിത്രമാണ് പറയുന്നത്. ഇപ്പോ മഹാലക്ഷ്മിയുടെ ചരിത്രം പറയാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മഹാലക്ഷ്മി ഉണ്ടായത്? അപ്പോൾ അതിന് ഒരു കഥയുണ്ട്. മഹിഷി എന്നു പേരായിട്ടുള്ള അവളുടെ, മഹിഷിയുടെ പുത്രനായിട്ട് മഹിഷാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ. ആ അസുരൻ വളരെ ശക്തനാണ്. എല്ലാ ദേവന്മാരെയും അങ്ങനെ തോൽപ്പിച്ച് ജഗത്തിന് മുഴുവൻ പ്രഭുവായി മാറി. ഈ ദിക്പാലന്മാരെയൊക്കെ, ലോകപാലന്മാരെയൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് അവരുടെയൊക്കെ അധികാരം സ്വയം കൈയടക്കി. അപ്പൊ ഇങ്ങനെ സംഭവിച്ചപ്പോ ദേവന്മാരെന്ത് ചെയ്തു? സ്വർഗത്തിന് അവര് ഓടിപ്പോണ്ടി വന്നു. പിന്നെ ബ്രഹ്മാണഞ്ച പുരസ്കൃത്യ തേ ജഗ്മുർ ലോകമുത്തമം, അവര് ബ്രഹ്മാവിനെ മുൻപില് നിർത്തിയിട്ട് കാത്യായനാശ്രമത്തിൽ പോയി എന്നാണ്. ആ കാത്യായനാശ്രമത്തില് വിഷ്ണുവുണ്ട്, ശിവനുണ്ട്, അവരൊക്കെ അവിടെ ആ കാത്യായനാശ്രമത്തിലുണ്ട്. അപ്പൊ ഈ ഇവരുടെ ദേവാനാഞ്ചൈവ സർവേഷാം, അപ്പോ ദേവന്മാരുടെ ഈ സ്ഥാനങ്ങളൊക്കെ പോയി എന്നും ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ ഏവം ശ്രുത്വാ സ ഭഗവാൻ ദേവാനാം ആർത്തിയുഗ്വച ചകാരകോപം സുബഹു തഥാ ശങ്കരപത്മജൗ. അപ്പൊ ഇത് കേട്ട സമയത്ത് അവർക്ക് കോപം ഉണ്ടായി, ചകാര കോപം. സുബഹു, ആർക്ക്? ശങ്കരപത്മജൗ, മഹാവിഷ്ണുവിന് കോപം ഉണ്ടായി. അതുപോലെ ശങ്കരൻ, പത്മജൻ, ശിവനും ബ്രഹ്മാവിനൊക്കെ വലിയ കോപം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ കോപം ഉണ്ടായ സമയത്ത് മഹാവിഷ്ണുവിന്റെ മുഖത്തുനിന്ന് ഹരേരാസ്യാത് മഹീപതേ തേജ പ്രാദുരഭോ ദിവ്യം. അപ്പം മഹാവിഷ്ണുവിന്റെ മുഖത്ത് നിന്ന് സഹസ്രാർക്കസമദ്യുതി, 1000 സൂര്യന്മാർക്ക് തുല്യമായിട്ടുള്ള ഒരു തേജസ് പ്രാദുരഭൂത്, അതുണ്ടായി എന്നാണ്. അത് കഴിഞ്ഞപ്പം തന്നെ ഒരു തേജസ്, മഹാവിഷ്ണുവിന്റെ തേജസ് ഉണ്ടായി. ഉടനെ തന്നെ യദഭൂത് ശംഭുജം തേജ, അപ്പം ശിവന്റെ തേജസ് ഉണ്ടായി. അത് ആ ഈ തേജസ്സിനോട് കൂടിയിട്ട് മുഖമായിട്ട് മാറി. പിന്നെ കേശാവഭൂർയാമ്യേന, അങ്ങനെ യമന്റെ തേജസ് കേശങ്ങളായി, മുടി ആയി മാറി. അപ്പൊ വിഷ്ണുവിന്റെ തേജസ് കൈകളായിട്ട് മാറി. പിന്നെ സോമന്റെ തേജസ് സ്തനങ്ങളായി. പിന്നെ അരക്കെട്ടുകള്, വരുണന്റെ തേജസ് കണങ്കാല്, തുടകള് ഒക്കെ ആയി മാറി. അങ്ങനെ ഓരോരോ ദേവന്മാരുടെ തേജസ്സുകളും ഇതേപോലെ വന്നിട്ട് ഒരു വലിയ ഒരു സ്വരൂപം ഉണ്ടായി എന്നാണ് പറയുന്നത്. കുബേരൻ, നാസ, ദന്ത, അങ്ങനെ ഒക്കെ ആയി മാറിയിട്ട് അവിടെ ഒരു ദേവി ഉണ്ടായി. ആ ദേവിയാണ് സർവേഷാം തേജസാ ദേവി ജാതാ മഹിഷമർദിനി. അവിടെയാണ് മഹിഷമർദിനി എന്ന പേരായിട്ടുള്ള ദേവി ഉണ്ടായത്. മഹിഷമർദിനിയായി മാറി. ആ ദേവിയാണ് മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മി, ഈ ദേവിക്ക് ശൂലം ദദൗ ശിവോ വിഷ്ണുശ്ചക്രം ശംഖം ച പാശഭൃത് ഉദാസനോ ദദൗ ശക്തിം മാരുതശ്ചാപസായകൗ. അപ്പൊ ഓരോരോ ദേവന്മാരും ഓരോരോ ആയുധങ്ങൾ കൊടുത്തു. ശിവൻ ശൂലം കൊടുത്തു, വിഷ്ണു ചക്രം കൊടുത്തു, ശംഖ് കൊടുത്തു, പിന്നെ വരുണൻ, പിന്നെ അഗ്നി വേല് കൊടുത്തു, വായു അമ്പും വില്ലും കൊടുത്തു, ഇന്ദ്രൻ വജ്രായുധം കൊടുത്തു, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻ മണി കൊടുത്തു, ഐരാവതത്തിന്റെ മണി കൊടുത്തു, കാലദണ്ഡ് കൊടുത്തു യമൻ, ബ്രഹ്മാവ് അക്ഷമാല കൊടുത്തു, കമണ്ടല് കൊടുത്തു, പിന്നെ പലതരത്തിലുള്ള രശ്മി മാലകൾ ചാർത്തി, കാലൻ വാള് കൊടുത്തു, പരിച കൊടുത്തു, പിന്നെ
മുത്തുമാല, സമുദ്രം എന്ത് ചെയ്തു? സമുദ്രോ നിർമ്മലം ഹാരം, സമുദ്രം നിർമ്മലമായിട്ടുള്ള ഹാരത്തെ കൊടുത്തു. അമ്പരേ നൃപ, വസ്ത്രങ്ങൾ കൊടുത്തു. ചൂടാമണിം കുണ്ടലേ, അതൊക്കെ കൊടുത്തു. കടകങ്ങള്, അങ്കദങ്ങള് ഒക്കെ കൊടുത്തു. പിന്നെ അർദ്ധചന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ വിഷയങ്ങള്. വിശ്വകർമാവ് വാഹനം കൊടുത്തു. പിന്നെ സിംഹത്തിന് വാഹനമായിട്ട് കൊടുത്തു. ഹിമവാൻ, വിശ്വകർമാവ് പലതരത്തിലുള്ള ആഭരണങ്ങൾ, മോതിരങ്ങൾ അതൊക്കെ കൊടുത്തു. ഹിമവാനാണ് വാഹനം, സിംഹം. സിംഹത്തിനെ കൊടുത്തു പലതരത്തിലുള്ള രത്നങ്ങള്. പിന്നെ ശേഷ ഭഗവാൻ ദേവോ നാഗഹാരം, അനന്തൻ എന്ത് ചെയ്തു? നാഗഹാരത്തെ കൊടുത്തു. ഇങ്ങനെ പലതരത്തിലുള്ള അസ്ത്രങ്ങളൊക്കെ കൊണ്ടൊക്കെ കിട്ടിയതിന് ശേഷം ദേവന്മാര് ദേവിയെ സ്തുതിച്ചു. ഈ സ്തുതിയൊക്കെ കേട്ടു. മഹിഷൻ എന്നു പേരുള്ള അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലായപ്പോ ദേവി ഉടനെ തന്നെ വളരെ ഉച്ചത്തിലൊന്ന് ഗർജിച്ചു. ഇത് കേട്ട സമയത്ത് മഹിഷാസുരൻ ഞെട്ടിവിറച്ചു, ഭയത്തോടു കൂടി ഞെട്ടിവിറച്ചു. പിന്നെ യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ സൈന്യങ്ങളെയും കൂട്ടി അങ്ങോട്ട് വന്നു. യുദ്ധം തുടങ്ങി. ആദ്യം തന്നെ പല അസുരന്മാരെ അങ്ങ് പറഞ്ഞയച്ചു. ഇവരൊക്കെ കൂടെ ഉണ്ട്. കുറെ അസുരന്മാർ, ഈ പിന്നെ സഹായികളുടെ പേര് പറയുന്നുണ്ട്. ബാഷ്കളൻ, താമ്രക, വിടാലവദന, ഏതൈസ് ചാനീര, അങ്ങനെ കുറെ പേര് കൊണ്ടാണ് വന്നത്. അപ്പൊ അവരെയൊക്കെ ദേവി വധിച്ചു എന്നാണ്. യുദ്ധത്തില് അവരെയൊക്കെ കൊന്നു. അങ്ങനെ ദേഷ്യം വന്ന മഹിഷാസുരൻ ദേവിയുടെ നേർക്ക് വന്നു. പലതരത്തിലുള്ള മായകളൊക്കെ പ്രയോഗിച്ചു. പക്ഷെ ഓരോരോ മായകള് സ്വീകരിക്കുമ്പോഴും അതൊക്കെ ദേവി നശിപ്പിച്ചു. അവസാനം ആണ് മഹിഷന്റെ സ്വരൂപം ധരിച്ചത്. ആ മഹിഷാസുരനെ കയറുകൊണ്ട് കെട്ടി സദൃഢം ഛിത്വാ ഖഡ്ഗേന തച്ചിര, വാളുകൊണ്ട് ആ ശിരസ് വെട്ടി. എന്നിട്ട് പാതയാമാസമഹിഷം ദേവി ദേവഗണാന്തകം, അങ്ങനെ ആ ദേവഗണങ്ങളുടെ അന്തകനായിട്ടുള്ള ആ മഹിഷാസുരനെ ദേവി വധിച്ചു. ഈ മഹിഷാസുരമർദ്ദിനിയായിട്ടുള്ള ലക്ഷ്മി ദേവി, അങ്ങനെയാണ് ഈ ലക്ഷ്മി ദേവി ഉണ്ടായത് എന്ന് പറയാണ്. ഇനി അതേപോലെ സരസ്വതി ദേവിയുടെ എങ്ങനെയാണ് എന്ന് പറയാണ് അടുത്തതായിട്ട്. അപ്പൊ അവിടെ ശുംഭൻ നിശുംഭൻ എന്നു പേരുള്ള രണ്ട് അസുരന്മാരുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. ശുംഭൻ നിശുംഭൻ എന്നും കുംഭൻ നിസുംഭൻ എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോ ഈ രണ്ട് അസുരന്മാരും വളരെ ശക്തന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവര് ഇതേപോലെ തന്നെ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചോടിച്ചു. അവരുടെയൊക്കെ ഐശ്വര്യങ്ങളൊക്കെ നശിപ്പിച്ചു. അവരൊക്കെ കൂടി ഹിമാലയത്തിൽ ചെന്നിട്ട് ദേവിയെ സ്തുതിച്ചു. ആ സ്തുതിച്ച സമയത്ത് ആ ദേവി ഉദ്ധരാസ്മാൻ, ഞങ്ങളെയൊക്കെ ഉദ്ധരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഗിരിജ എന്നു പേരായിട്ടുള്ള ദേവി വന്നിട്ട് അവരോട് പറയാണ്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. പിന്നെ എന്തിനാണ് എന്നെ സ്തുതിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ ആ ഗിരിജ എന്നു പേരുള്ള ആ ദേവിയിൽ നിന്ന്, പാർവതിയിൽ നിന്ന്, ദേവിയുടെ കോശരൂപത്തിൽ നിന്ന് കൗശികി എന്നു പേരായിട്ടുള്ള ദേവി ഉണ്ടായി. ആ കൗശികയാണ് പിന്നെ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവരെ കൊല്ലുകയാണ്, നിശുംഭന്മാരെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ദേവി അങ്ങോട്ട് പോവുകയാണ്. ദേവി പോയി. പിന്നെ ചണ്ടമുണ്ടന്മാര്, ഈ നിശുംഭന്മാർക്ക് അങ്ങനെ ദേവി എന്ത് ചെയ്തു? ദേവന്മാര് എല്ലാരും നോക്കി നിൽക്കുന്ന സമയത്ത് ദേവിയെ പിന്നെ പെട്ടെന്ന് കാണുന്നില്ല. ഈ ദേവി എന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് വന്നിങ്ങനെ ഇരിപ്പായി. ഈ നിശുംഭന്മാരുടെ ഭൃത്യന്മാരുണ്ട്, ചണ്ടമുണ്ടന്മാര് എന്നു പേരുള്ള രണ്ടുപേര്. അവര് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ദേവിയെ കണ്ടു. ദേവി വളരെ സുന്ദരിയായിട്ടുള്ള, ലോകത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ആ ദേവിയെ കണ്ടപ്പോ ചണ്ടമുണ്ടന്മാര് വേഗം
ഈ ശുംഭനിശുംഭന്മാരുടെ രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദേവി അവിടെ കണ്ടു, ഒരു സ്ത്രീയെ കണ്ടു, വളരെ സുന്ദരിയായിട്ടൊരു സ്ത്രീയാണ്. ആ സ്ത്രീയെ പത്നിയാക്കാൻ ഉള്ള യോഗ്യത അവിടത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയാണ്. ഇതുപോലെ ഒരു അസുര സ്ത്രീ ഉണ്ടാവില്ല, ഗന്ധർവ സ്ത്രീയല്ല, ദാനവ സ്ത്രീയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. മനുഷ്യ സ്ത്രീയല്ല, ദേവസ്ത്രീയല്ല, അങ്ങനെയുള്ള ഏതോ ഒരു ഇതാണ്, ആരാന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ശുംഭനിശുംഭന്മാരെന്ത് ചെയ്തു, ഒരു ദൂതനെ പറഞ്ഞു വെച്ചു. സുഗ്രീവൻ എന്നു പേരുള്ള ഒരു ദൂതനെ പറഞ്ഞു വെച്ചു. ആ ദൂതൻ അവരോട് ചെന്ന് പറഞ്ഞു, പിന്നെ രാജാവിന്റെ പത്നിയായിട്ട് വരാൻ തയ്യാറാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ദേവി തിരിച്ച് അയച്ചു അവരെ. ദേവി പറഞ്ഞു, പിന്നെ എനിക്ക് ഒരു പ്രതിജ്ഞയുണ്ട്, അതായത് എന്നെ തോൽപ്പിക്കണം. ഭവേത്താം ശൃണുമേ ദൂതയാ പ്രതിജ്ഞായഥാഗത, ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിന്, അതായത് യോ മേ ദർപ്പം വിധിനത്, എന്റെ അഹങ്കാരത്തെ, ദർപ്പത്തെ ആരാണോ ഇല്ലാണ്ടാക്കുന്നത്, എന്റെ ബലത്തെ ആരാണോ നശിപ്പിക്കുന്നത്, അവരെ മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കുക എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് അയാൾ തിരിച്ചുപോയി. എന്നാ പിന്നെ തസ്മാത് ഗച്ഛ, എന്നിട്ട് നിങ്ങൾ പിന്നെ സ്വാമിയുടെ അടുത്തേക്ക്, രാജാവിന്റെ അടുത്തേക്ക് പോയിട്ട് ഈ കാര്യം പറഞ്ഞോളാൻ പറഞ്ഞു, എന്റെ ഈ പ്രതിജ്ഞയെ പറ്റി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ശുംഭന് വളരെ ദേഷ്യം പിടിച്ചു. ഇത് ഇഷ്ടപ്പെട്ട വാക്കല്ലല്ലോ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ കോപമാഹാരയാമാസ മഹാന്തൻ, അപ്പോ വളരെയധികം കോപം ഉണ്ടായി. എന്നിട്ട് അവിടെ ധൂമ്രാക്ഷൻ എന്ന് പേരുള്ള ഒരു അസുരനെ വിളിച്ചിട്ട് പറഞ്ഞു, താം ദുഷ്ടാം കേശമാശേട് ധൃത്വാപ്യാനീയതാം മമ സമീപം അവിളംബേന ശീഘ്രം ഗച്ഛസ്വമേ പുര. ആ ദുഷ്ടയെ കേശപാശങ്ങളിൽ പിടിച്ച് കെട്ടിയിട്ട്, അതായത് മുടിയും പിന്നെ പാശം കൊണ്ടും ഒക്കെ കെട്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരണം, വളരെ പെട്ടെന്ന് തന്നെ. ശീഘ്രം ഗച്ഛസ്വ, പെട്ടെന്ന് എന്റെ മുന്നിൽ നിന്ന് പോയിക്കോളൂ, അവരെ കൂട്ടിയിട്ട് കെട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. ഇത് കേട്ട് ഈ ധൂമ്രലോചനൻ പോയി. ധൂമ്രലോചനൻ എന്നൊക്കെ പറയും. ഏതായാലും പിന്നെ ധൂമ്രലോചനൻ പോകുമ്പോ പിന്നെ ഷഷ്ടി ആസുരാണാം സഹിത സഹസ്രാണം, ആ 60,000 സൈന്യങ്ങളോട് കൂടിയിട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് പിന്നെ ശുംഭന സ്വീകരിക്കുകയാണെങ്കിൽ ഒരു വിഷമമുണ്ടാവില്ല, അല്ലെങ്കിൽ നിന്നെ തലമുടിക്ക് പിടിച്ചെടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് ദേവി എന്ത് പറഞ്ഞു, ദേവി ചെയ്യല്ല, എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ദേവി അപ്പോൾ തന്നെ ഒരു ഹുങ്കാരം കൊണ്ട് ഭസ്മസാത്തം ചകാരാശു ഹുങ്കാരേണ മഹേശ്വരി, ഒരു ഹുങ്കാരം, ഹും എന്ന് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു. ആ സമയത്ത് ഇവരൊക്കെ സൈന്യങ്ങൾ മുഴുവൻ ഭസ്മമായി പോയി. എന്നിട്ട് പിന്നെ അവനെ നശിപ്പിച്ചു. ആ സൈന്യങ്ങൾ മുഴുവൻ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹവും കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേട്ട് ശുംഭൻ എന്ത് പെട്ടെന്ന് തന്നെ ചണ്ടം മുണ്ടം രക്തബീജം ക്രമത, പിന്നെ ചണ്ടൻ മുണ്ടൻ രക്തബീജൻ ഇങ്ങനെയുള്ള അവരെയൊക്കെ പ്രൈഷയ വിഭു, അവരെയൊക്കെ പറഞ്ഞു വെച്ചു. അവരോടും കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോ അവര് ദേവിയെ പിടിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ശൂലം ഗൃഹീത്വാവേഗേന പാതയാമാസ ഭൂതലേ, അപ്പോ ദേവി ശൂലം എടുത്തിട്ട് അവരെയൊക്കെ കൊന്നു, നിലത്ത് വീഴ്ത്തി. ഇവരെയും കൊന്നോന്ന് കേട്ട സമയത്ത് ശുംഭനിശുംഭന്മാര് നേരിട്ട് വരികയാണ്. അപ്പോ അവരുമായിട്ടും ദേവി യുദ്ധം ചെയ്തു. ആ അസുരന്മാരെയൊക്കെ ദേവി നിഗ്രഹിച്ചു. അപ്പോ ശുംഭനെ കൊന്നു. ശുംഭനിശുംഭന്മാരെ കൊന്നു. അപ്പൊ അങ്ങനെയാണ് സാക്ഷാൽ വാഗീശ്വരിയായിട്ടുള്ള ദേവിയായിട്ട്, സരസ്വതിയായിട്ടുള്ള ദേവിയായിട്ട് വന്നത്. പിന്നെ കാളി, മഹാലക്ഷ്മി, സരസ്വതി, ഈ ദേവിമാരുടെയൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഈ നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം.
നമ്മുടെ തിരിച്ചറിവുകളാണ് എന്ന് മനസ്സിലാക്കണം. ശുംഭൻ നിശുംഭൻ സാധാരണ നമ്മളിപ്പോ പറയാറുണ്ട്, ചില ആൾക്കാരെ വലിയ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊക്കെ ശുംഭ അല്ലെങ്കിൽ ശുംഭ എന്നൊക്കെ വിളിക്കാറില്ലേ? അതൊക്കെ തന്നെയാണ് ഈ അസുരന്മാരും. ആ ശുംഭൻ നിശുംഭൻ എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആള് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവിടെ അതിനെ നശിപ്പിക്കാൻ ആര് വരണം? വിവരം ഉണ്ടാവണം. അതിനാണ് മഹാലക്ഷ്മി കഴിഞ്ഞിട്ട് മഹാസരസ്വതി അവിടെ വന്നത്. അതാണ് മഹാസരസ്വതി വിദ്യ വേണം എന്ന് പറയാനുള്ള കാരണം. ഇതൊക്കെ ഈ ദേവിമാരുടെ കഴിവുകള്, അവരുടെ പ്രയത്നങ്ങള്, അവരെന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോരോ ദുഷ്ടശക്തികളെ നശിപ്പിക്കാനാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഈ രൂപങ്ങള് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരോ അവതാരങ്ങളും ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സുരഥൻ, അല്ലെ? അതെ, സുരഥൻ എന്നു പേരായിട്ടുള്ള രാജാവ് ദേവിയുടെ മൃണ്മയമായിട്ടുള്ള ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവിടെ പൂജിച്ചു. വളരെ ശക്തമായിട്ടുള്ള ആയിരുന്നു തപസ്. അവസാനം സ്വന്തം രക്തം തന്നെ ബലി കൊടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദേവി വന്നു. എന്നിട്ട് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വേണ്ടതായിട്ടുള്ള അതൊക്കെ കൊടുത്തു. ആ രാജ്യം കിട്ടാനുള്ള അനുഗ്രഹമൊക്കെ കൊടുത്തു. അങ്ങനെ ആ രഥം സുരഥനാണ് പിന്നെ ആയിട്ട് മാറിയത് എന്ന് പറഞ്ഞു, മനുവായിട്ട് മാറിയത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള മന്വന്തരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇനി മനസ്സിലാക്കണമല്ലോ. ബാക്കിയുള്ള മന്വന്തരങ്ങളെ കുറിച്ച് കൂടി പറയാണ്. ഏതൊക്കെ മനുക്കളാണ് പിന്നെ ഉണ്ടായിരുന്നത് എന്ന് പറയാണ്, ഓരോരോ മനുക്കള്. പിന്നെ ആസൻ വൈവസ്തുതമനോ പുത്ര ഷഡ്വിമലോദയാ കരൂഷശ്ച വൃഷദ്രശ്ച നാഭാഗോ ദിഷ്ട ഏവച. ഈ വൈവസ്തുത മനുവിന് 6 പുത്രന്മാരുണ്ടായിരുന്നു. കരൂഷൻ, വൃഷദ്രൻ, നാഭാഗൻ, ദിഷ്ടൻ. അപ്പൊ അതില് എല്ലാവരും വളരെ ശരിയാദി, ത്രിശങ്കു, ഇവരൊക്കെ വളരെ ശക്തന്മാരാണ്. എല്ലാവരും കാളിന്തിയുടെ തീരത്ത് പോയിട്ട് ദേവിയെ നിരാഹാരാജിതശ്വാസ, അങ്ങനെ അവരൊക്കെ ഒരുമിച്ച് തന്നെ തപസ് ചെയ്തു. ദേവി എല്ലാവരും ഇതേപോലെ തന്നെയാണ്, മണ്ണ് കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പൂജിച്ചു. അവരൊക്കെ കരുതി ഇതാണ് തപസ് തന്നെയാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്നവർ കരുതി. അവർ ഈ പറഞ്ഞതുപോലെ തന്നെ ഉണങ്ങിയ ഇലകള്, വായുഭക്ഷണം, വെള്ളം മാത്രം കുടിക്കുക, അങ്ങനെയൊക്കെ പൂജിച്ച് ദേവിയെ മാത്രം മനസ്സുകൊണ്ട് ധ്യാനിച്ച് അവർക്കൊക്കെ ജഗദീശ്വരിയായിട്ടുള്ള ദേവി പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും ഉള്ളു ശുദ്ധമായി. അങ്ങനെ ഓരോരോ തരത്തില് അവര് മനുക്കളായിട്ട് മാറുകയാണ് പിന്നെ ചെയ്യുന്നത്. ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്കൊക്കെ ശത്രുക്കളില്ലാത്ത രാജ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. പിന്നെ ഓരോരോ മനുക്കളായിട്ട് അവര് മാറുകയാണ്. അതില് ഒന്നാമൻ, അതായത് 9ാമത്തെ മനുവായിട്ട് ദക്ഷൻ, ദക്ഷസാവർണി, സാവർണിയുടെ പുത്രനായിട്ട് ദക്ഷസാവർണി. പിന്നെ രണ്ടാമത്തായിട്ട്, അതായത് 10ാമത്തെ മനുവായിട്ട് മേരു സാവർണി. പിന്നെ 3ാമത്തെ ആളായിട്ടുള്ള അതാണ് 11ാമത്തെ മനു, അതാണ് സൂര്യസാവർണി. പിന്നെ 14ാമത്തതായിട്ട് ചന്ദ്രസാവർണി. ഇവരൊക്കെ ഈ ആരാധിച്ച ദേവി ആരാധിച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ 13ാമത്തെ മനുവായിട്ട് രുദ്രസാവർണി. പിന്നെ 14ാമത്തെ മനുവായിട്ട് സുഹൃതിയായിട്ടുള്ള മനു, അതാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 14 മനുക്കളും വളരെ ശക്തമായിട്ട് ഈ ഭ്രാമരീ ദേവിയെ ആരാധിച്ചു എന്നാണ് പറഞ്ഞത്. ഭ്രാമരീ ദേവി അങ്ങനെ പറഞ്ഞ സമയത്താണ് എന്നാൽ പിന്നെ ആ ഭ്രാമരീ ദേവിയെ പറ്റി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയാം. ആ ഭ്രാമരീ ദേവിയുടെ മഹാത്മ്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഭ്രാമരീ ദേവി എങ്ങനെയാണ് ഉണ്ടായത്, ആ ഭ്രാമരീ ദേവിയുടെ ചരിത്രം എന്താണ്, എന്ത് കാരണമാണ് ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഒരു അസുരന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ദൈത്യലോകത്തിലെ പാതാളത്തിലെ
ഒരസുരൻ ഉണ്ടായിരുന്നു. ആ അസുരന്റെ പേര് അരുണൻ എന്നാണ്. ആ അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് ആദ്യം തന്നെ പറഞ്ഞത് എന്താ അറിയോ? ഗായത്രി ജപ സംസക്ത സകാമസ്തമസ. ഗായത്രി ജപിച്ചുകൊണ്ടാണ് തപസ് ചെയ്തത്. ഈ തപസ് വളരെ ശക്തമായിട്ടുള്ള തപസ്സാണ്. കാരണം ദേവന്മാര് ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശം തന്നെയുള്ള തപസ്സാണ്. പിന്നെ പ്രാണ നിയന്ത്രണം, അതുപോലെ തന്നെ വെള്ളം ഭക്ഷണം, വായുഭക്ഷണം, ഇങ്ങനെ 10,000 കൊല്ലം, പിന്നെ നിരാഹാരമായി, ഇങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് ഈ തപസ്സിന്റെ ശക്തി കൊണ്ട് ഉള്ളിൽ നിന്ന് ഒരു തീ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. ആ തീയിൽ നിന്ന് ഈ ലോകം കുറേശ്ശെ ഇങ്ങനെ ദഹിക്കാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ അനുഭവപ്പെട്ട സമയത്ത് പിന്നെ ദേവന്മാരൊക്കെ ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു. അപ്പം ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് മരണം ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു വരം തരാൻ പറ്റില്ല. കാരണം ബ്രഹ്മ വിഷ്ണു മഹേശാദ്യാമൃത്യുനാകബലീകൃത, ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവർക്കൊക്കെ മരണമുണ്ട്. അപ്പൊ ഞാനടക്കമുള്ള എല്ലാവർക്കും മരണമുണ്ട്. പിന്നെ എനിക്കില്ലാത്തതൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും തരാൻ സാധിക്കില്ല. അതുകൊണ്ട് എങ്ങനെയുള്ള മരണം വേണം എന്ന് നിങ്ങൾക്ക് വരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയാണ്. അങ്ങനെ എന്നാ പിന്നെ ഒരു ആയിക്കോട്ടെ, ആരും തോൽപ്പിക്കരുത് എന്നാണല്ലോ, ആരും കൊല്ലരുത് അതാണല്ലോ. അതിനു വേണ്ടിയിട്ട് നല്ലൊരു ഇത് വാങ്ങുകയാണ്. ന യുദ്ധേ ന ച ശസ്ത്രാൽ ന പുംഭ്യോ നാപി യോഷിത ദ്വിപാദ്യോ വാ ചതുഷ്പാദ്യോ നോഭയാകാരതസ്തഥാ ഭവേന്മേ മൃത്യുരിത്യേവ. അപ്പൊ അങ്ങനെ പറയാണ്. പിന്നെ യുദ്ധത്തിൽ മരിക്കാൻ പാടില്ല, ശസ്ത്രം കൊണ്ടോ അസ്ത്രം കൊണ്ടോ മരിക്കാൻ പാടില്ല, പുരുഷന്മാര് കൊല്ലരുത്, സ്ത്രീകൾ കൊല്ലരുത്, അതുപോലെ നാൽക്കാലികള്, ഇരുകാലികള്, ദ്വിപാദ്, ചതുഷ്പാദ്, ഇരുകാലികൾ കൊല്ലരുത്, നാൽക്കാലികൾ കൊല്ലരുത്, ഇതല്ലാതൊന്നും കൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുറെ വരങ്ങൾ അങ്ങോട്ട് വാങ്ങി. അപ്പോ ഇതൊക്കെ കേട്ടപ്പോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പെട്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോ വരം കെട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ദേവന്മാരെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോ ദേവന്മാര് എല്ലാവരും കൂടിയിട്ട്, വിഷ്ണു, ശിവൻ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് എന്താണ്, അങ്ങനെ ദേവിയെ അവര് ധ്യാനിച്ചു. പിന്നെ ദേവിയെ ധ്യാനിച്ച സമയത്ത് അവിടെ ഭ്രാമരി എന്ന് പേരായിട്ടുള്ള ഒരു ദേവി ഉണ്ടാവുകയാണ്. ഭ്രാമരി. ഈ ഭ്രാമരി ദേവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, പിന്നെ ഭ്രമരം എന്ന് പറഞ്ഞാല് വണ്ടുകളാണ്. ആ വണ്ടുകൾ ഇങ്ങനെ ശരീരത്തിലെ പല ഭാഗത്തും ഇങ്ങനെ, അതുകൊണ്ടാണ് ഭ്രാമരി എന്ന് പേരായിട്ടുള്ള ദേവിയായിട്ട് മാറിയത്. അങ്ങനെ പ്രാതുരാസി ജഗത്മാതാ ജഗന്മംഗളകാരിണി കോടി സൂര്യപ്രതീകാശ കോടി കന്ദർപ്പ സുന്ദര. അങ്ങനെ ആ ഭ്രാമരി ദേവി ഉണ്ടായി. ആ ഭ്രാമരി ദേവിയുടെ ശരീരത്തില് പലതരത്തിലുള്ള എല്ലാ വരദാഭയ മുദ്രകളൊക്കെ ഉണ്ട്. വണ്ടുകൾ ഇങ്ങനെ പാറിപ്പറക്കുന്ന മാല ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഭ്രാമരി ദേവിയുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ആ ദേവിയെ സ്തുതിച്ചു. അപ്പൊ ദേവി അനുഗ്രഹമായിട്ട് പറഞ്ഞു, ശരി ഇപ്പൊ തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായതെന്ന് വിചാരിച്ചാൽ, ദേവി യുദ്ധത്തിനൊന്നും പോയില്ല. ദേവി വേഗം ഈ ഭ്രമരങ്ങളെ അങ്ങോട്ട് പറഞ്ഞേക്കുക. ഭ്രമരങ്ങൾ എന്ന് പറഞ്ഞാല് വണ്ടുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അപ്പൊ വണ്ടുകൾ എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് ആ അസുരന്റെ ഹൃദയത്തിൽ ആദ്യം തുളച്ചങ്ങോട്ട് കയറി. ഒന്നല്ല, കുറേ വണ്ടുകൾ തുളച്ചു കയറി അവസാനം ആ അസുരൻ അങ്ങ് നശിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇവിടെ ഏറ്റവും വലിയ വരാണ് ഈ അസുരൻ നേടിയത്. ഒരു തരത്തിലും മരിക്കില്ല എന്ന് ഉറപ്പിച്ച് യുദ്ധത്തില്, ഇങ്ങനെയൊക്കെയാണല്ലോ സാധാരണ മരണം സംഭവിക്കാൻ സാധ്യത, അതൊക്കെ ഇല്ലാണ്ടാക്കി. പക്ഷെ ഇപ്പൊ എന്താണ് ഉണ്ടായത്? ഇതൊന്നും ഇല്ലാതെ, ഒരു യുദ്ധം പോലും ചെയ്യാതെ, ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ മരണം വന്നു. ഇത് തന്നെയാണ് ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പൊ എത്ര കണ്ട് നമ്മള് പിന്നെ മുന്നോട്ട് എത്ര ഉയരത്തിലേക്കാണോ പോകുന്നത് അത്രയും താഴ്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇതിപ്പോ എന്താ ഇത്രയും വലിയ വരം നേടി, എന്താ ഒരു ഗുണം ഉണ്ടായില്ല, ഒരു ഗുണം ഉണ്ടായില്ല.
ഒരാളോട് ഒന്ന് യുദ്ധം ചെയ്ത് മരിച്ചു എന്ന് പറയാൻ പോലും അവസരം ഉണ്ടായില്ല. അങ്ങനെ അങ്ങോട്ട് മരിച്ചു. അങ്ങനെ എല്ലാ ദേവന്മാർക്കും സന്തോഷായി. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെയാണ് ഈ 10ാമത്തെ അധ്യായത്തില് 10ാമത്തെ സ്കന്ധത്തില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഇവിടെ ദേവിയുടെ പല പല ഭാവങ്ങള്, ഈ 14 മനുക്കള്, ഇവരെയൊക്കെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോരോ ദേവിമാരും ഏതൊക്കെ സാഹചര്യത്തിൽ വന്നു എന്നും, അതുപോലെ ഓരോരോ മനുക്കളും ദേവിയുടെ ഉപാസന കൊണ്ട് ആണ് ഏതൊക്കെ തരത്തില് തപസ് ചെയ്തിട്ടാണ് അവർക്ക് ആ മനു ആവാനുള്ള ഭാഗ്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരു ജന്മം കൊണ്ട് ചിലപ്പോൾ സാധ്യമാവില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ കാരണം ആ ശരീരം അതിന് താങ്ങില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ 2000 അടിയുടെ ഒരു കാര്യം. ആ 2000 അടി താങ്ങാനുള്ള കഴിവ് ഒരാൾക്ക് ഇല്ലെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ വേണ്ടി വരും സ്വീകരിക്കാം. അങ്ങനെ ഈ തപസ് നല്ല കാര്യങ്ങളും അതേപോലെ തന്നെയാണ്. ഒരു ജന്മത്തില് ചിലപ്പം മുഴുവനായിട്ടും പറ്റിക്കൊള്ളണമെന്നില്ല. ആ സമയത്തൊക്കെ ആ അവസാനം വരെ നമ്മൾ കരുതേണ്ടത് എന്താണ്, ഓർമ്മിക്കേണ്ടത് എന്താണ്, അടുത്ത ജന്മത്തില് ഉണ്ടാവുമ്പം തന്നെ, അടുത്ത ജന്മം ഒരു ശരീരം, സ്ഥൂല ശരീരം സ്വീകരിക്കുമ്പോൾ തന്നെ എനിക്ക് പൂർവജന്മത്തിലുള്ള സ്മരണ ഉണ്ടാവണം. പൂർവജന്മത്തിൽ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു ബോധം എനിക്ക് ഉണ്ടാവണം. അതാണല്ലോ ആദ്യം തന്നെ വൈവസ്വത മനു, വൈവസ്വതമല്ല, സ്വയംഭൂവ മനു പ്രാർത്ഥിച്ചത്. അങ്ങനെയൊക്കെയുള്ള ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ജന്മത്തില്, രണ്ടാമത് കിട്ടിയ ജന്മത്തില് അതിന്റെ ബാക്കി മതിയല്ലോ. അല്ലെങ്കിൽ എന്താണ്, പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെയാണ് ഓർമ്മ വരിക. അപ്പോഴത്തേക്കും കുറെ കാലം നമുക്ക് ആ ജീവിതം നഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ദേവിയെ പ്രാർത്ഥിക്കാം. ആ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ജഗദംബികായേ നമഃ. വളരെ സന്തോഷം. ഒരുപാട് പേര് പങ്കെടുത്തതിലും സന്തോഷമുണ്ട്. അതോടൊപ്പം ഇത്രയും സമയം നമ്മൾക്ക് കേട്ടിരിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്രയും സമയം പറയണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് അതൊരു വലിയൊരു കാര്യമാണ് എന്ന് ഉറപ്പിച്ച് പറയാം. എന്തായാലും എല്ലാവരും അഭിപ്രായം പറയണം. അതിനു മുമ്പായിട്ട് ഔപചാരികമായ നന്ദി ഭാഷണത്തിന് ശേഷം നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും സംസാരിക്കാം. നന്ദി ഭാഷണത്തിനായി, ഔപചാരികമായ നന്ദി ഭാഷണത്തിനായി നീതു സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. നമോ നമഃ. എന്റെ പേര് നീതു സുരേന്ദ്രൻ. ഏലപ്പള്ളി മനയിലെ ശ്രീ രവികൃഷ്ണന്റെ സഹധർമ്മിണിയാണ്. കാരണത്തെ മകളാണ്. ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അവർകൾ നയിക്കുന്ന സംസ്കൃത ക്ലാസ്സിലെ വിദ്യാർത്ഥിനി കൂടിയാണ്. ഇന്ന് ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെയും TVSRCയുടെയും അന്തർജന സഭയുടെയും ശ്രോതാക്കളുടെയും പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തലാണ്. വൈശാഖ മാസത്തിലെ 26ാം ദിവസമായ ഇന്ന് ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ചേർന്ന് ദേവി ഭാഗവതം 10ാം സ്കന്ധം പാരായണം ചെയ്ത് അർത്ഥവും മഹത്വവും വിശദമായി നമ്മളിലേക്ക് പകർന്നു തന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ആചാര്യനായ വന്ദ്യ ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി അവർക്ക് എല്ലാവരുടെയും പേരിൽ ആദ്യം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ആചാര്യപാദങ്ങളിൽ നമിക്കുകയും ചെയ്യുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നത്തെ വെബിനാർ കോർഡിനേഷൻ നടത്തിയ അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ സെക്രട്ടറിയും അതിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്ലാസുകൾ, യജ്ഞങ്ങൾ, വെബിനാറുകൾ, ശിബിരങ്ങൾ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചാലക ശക്തിയായി അക്ഷീണം പ്രവർത്തിക്കുന്ന ബ്രഹ്മശ്രീ ഇടക്കിഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ
ഭക്തി പുരസരം പ്രാർത്ഥന ചൊല്ലി നമ്മളെ ധന്യരാക്കിയ ശ്രീമതി മാളവിക ശ്രീറാമിനും സ്വാഗതം ആശംസിച്ച ശ്രീമതി ആത്രശ്ശേരി നിത്യ ശ്രീനാഥിനും നന്ദി രേഖപ്പെടുത്തുന്നു. സർവോപരി ഈ യജ്ഞത്തിൽ പാരായണവും മഹത്വവും ശ്രവിച്ച പവിത്രീകൃതരായ എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ഓം നമഃ ശിവായ. വളരെ സന്തോഷം. നീതു ഓരോരുത്തർക്കായി അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.